ഹലോ എവരി വൺ, എല്ലാവർക്കും നിർവാണയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ ഒരു സംസ്കാരത്തെ കുറിച്ചാണ്. അതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 2500 BC മുതൽ 1750 BC വരെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലഘട്ടം എന്നാണ് കാർബൺ ഡേറ്റിംഗ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ദെൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ജോൺ മാർഷൽ ആയിരുന്നു. ഓക്കെ, സർ ജോൺ മാർഷൽ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള ആ ഒരു ടേം കോയിൻ ചെയ്തത്. കാൽക്കോളിത്തിക് ഏജ് അല്ലെങ്കിൽ ബ്രോൺസ് ഏജ്, വെങ്കല യുഗത്തിലാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലഘട്ടം. നമ്മൾ നോർത്തേൺ മോസ്റ്റ് സൈറ്റിനെ വിളിക്കുന്നത് മണ്ട എന്നാണ്. ഓക്കെ, നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാണ്? മണ്ട ഇൻ ജമ്മു കാശ്മീർ. ദെൻ സതേൺ മോസ്റ്റ് ഏതാണ്? അത് ദൈമാബാദ് ആണ്. ഓക്കെ, സതേൺ മോസ്റ്റ് ദൈമാബാദ് ആണ്, നോർത്തേൺ മോസ്റ്റ് മണ്ടയാണ്. ഈസ്റ്റേൺ മോസ്റ്റ് ആരാണ്? ആലംഗീർപൂർ ആണ്. ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ആലംഗീർപൂർ. വെസ്റ്റിൽ ആരാണുള്ളത്? സുക്താജന്തർ. ഏറ്റവും വെസ്റ്റിൽ ഉള്ളത് സുക്താജന്തർ. അപ്പം ഈസ്റ്റില് ആലംഗീർപൂർ, വെസ്റ്റില് സുക്താജന്തർ, നോർത്തില് മണ്ട, സൗത്തില് ദൈമാബാദ്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ക്യാപിറ്റൽ സിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഹാരപ്പയും അതുപോലെ മോഹൻജദാരോ ആണ്. അപ്പം ഹാരപ്പയും മോഹൻജദാരോ തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റീസ്. പിന്നെ പോർട്ട് സിറ്റീസ് ഏതൊക്കെയാണ്? പോർട്ട് ഉണ്ടായിരുന്നത് ലോത്തൽ. ലോത്തൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് പോർട്ട് സിറ്റി. ഓക്കെ, ലോത്തൽ, സുക്താജന്തർ, അല്ലാദീനോ, ബാലക്കോട്ട് ആൻഡ് കുന്താസി. അപ്പൊ ഇതിൽ ലോത്തൽ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലാർജസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് മോഹൻജദാരോ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ലാർജസ്റ്റ് സൈറ്റ് ഏതാണ്? അത് രാഖി ഖാരയാണ്, ഹരിയാനയില്. മോഹൻജദാരോ പ്രസന്റ് ഡേ പാകിസ്ഥാനിലാണ് ഉള്ളത്. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മൊത്തത്തില് ലാർജസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് മോഹൻജദാരോ ആണ്. ഇന്ത്യയിൽ അത് രാഖി ഖാരയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്ത ഇൻഡസ് വാലി സൈറ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ധോൽവാരിയാണ്. ഓക്കെ, ധോൽവാരിയ ഇൻ ഗുജറാത്ത്. അതാണ് ലേറ്റസ്റ്റ് ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള സൈറ്റ്. ഹാരപ്പൻ സിറ്റീസ് ഏത് നദിയുടെ തീരത്താണ്? അവരുടെ എക്സ്കവേറ്റേഴ്സ് ആരാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പം ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് രവി നദിയുടെ തീരത്താണ് ഉള്ളത്. നമ്മുടെ ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള രവി നദിയുടെ തീരത്താണ് ഹാരപ്പ ഉള്ളത്. അതാണ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻഡസ് സൈറ്റ്. ദയാറാം സാഹിനിയാണ് 1921 അതിന്റെ എക്സ്കവേഷൻസ് ചെയ്തത്. അപ്പൊ ദയാറാം സാഹിനി 1921 ഹാരപ്പ രവി നദിയുടെ തീരത്താണ്. ദെൻ മോഹൻജദാരോ. മോഹൻജദാരോ ഉള്ളത് സിന്ധു നദിയുടെ ഇൻഡസ് റിവറിന്റെ തീരത്താണ്. RD ബാനർജി 1922 അതിന്റെ എക്സ്കവേഷൻസ് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് ചാഹൂന്താരോ. ചാഹൂന്താരോ എന്ന് പറയുന്നതും ഇൻഡസ് റിവറിന്റെ തീരത്ത് തന്നെയാണ്. NG മജുംദാർ 1931 അതിന്റെ എക്സ്കവേഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ലോഥൽ. ലോഥൽ ഭോഗാവ നദിയുടെ തീരത്താണ്. ഭോഗാവ നദിയുടെ തീരത്താണ് ലോഥൽ ഉള്ളത്. SR റാവു ആണ് 1954 അതിന്റെ എക്സ്കവേഷൻസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് കാലിബംഗ. കാലിബംഗ ഉള്ളത് ഘാഗർ നദിയുടെ തീരത്താണ്. ലൂയിഗി ടെസിറ്റോറി ആണ് ആക്ച്വലി ഇതിന്റെ ഡിസ്കവറർ. പക്ഷെ അമലാനന്ദ് ഘോഷ് 1951 അതിന്റെ എക്സ്കവേഷൻസ് കൂടുതലായും ചെയ്തു. അടുത്തതാണ് ധോൽവാരിയ. ലൂണി നദിയുടെ തീരത്താണ് ധോൽവാരിയ ഉള്ളത്. JP ജോഷിയാണ് അത് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് 1967 to 68 കാലഘട്ടങ്ങളിൽ. ഇൻഡസ് വാലി സിവിലൈസേഷൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതൊരു എഗ്ലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു. എന്താണ് എഗ്ലിറ്റേറിയൻ സൊസൈറ്റി എന്ന് പറഞ്ഞാല്? ആളുകളൊക്കെ എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്തയോട് കൂടി നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ വളരെയധികം ഫോർവേഡ് ആയിട്ട് ചിന്തിച്ച ഒരു കാലഘട്ടമായിരുന്നു ആൻഷ്യന്റ് ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. വളരെ പുരോഗമിച്ച ചിന്താഗതിയുള്ള ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. Then it was known as Meluha in Mesopotamian civilization. നമുക്കറിയാം ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇറാഖിൽ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ ആണ് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ. ആ സിവിലൈസേഷനിൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനെ വിളിച്ചിരുന്ന പേര് എന്ന് പറയുന്നത് മെലൂഹ എന്നാണ്. ഓക്കെ, മെലൂഹ എന്ന് പറയുന്നത് ആരാണ്? അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്.
പിന്നെ ബാർട്ടർ സിസ്റ്റം അവിടെ പ്രിവലന്റ് ആയിരുന്നു അല്ലെ. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാല് വാല്യബിൾ ആയിട്ടുള്ള ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതേ വിലയുള്ള ഒരു സാധനം തിരിച്ചിങ്ങോട്ടും കിട്ടും. അപ്പൊ പൈസയല്ല, ബാർട്ടർ സിസ്റ്റം ആണ് അവിടെ മിക്കവാറും എല്ലാ സ്ഥലത്തും പ്രിവലന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ദെൻ സിസ്റ്റമാറ്റിക് ടൗൺ പ്ലാനിങ്. നമുക്ക് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പോലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അവരുടെ ടൗൺ പ്ലാനിങ്. കൃത്യമായ ഡ്രെയിനേജ് സിസ്റ്റവും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടായിരുന്നു അവരുടെ ടൗണുകൾക്ക്. അതുപോലെ ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു, കൃത്യമായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു. ഫോർട്ടിഫൈഡ് സിറ്റാഡൽ. സിറ്റാഡൽ എന്ന് പറഞ്ഞാല് ക്ലേ ഒക്കെ കൊണ്ട് ഇവരൊരു മൗണ്ട് ഉണ്ടാക്കും, എന്നിട്ട് അതിന്റെ മേലെ ബിൽഡിങ്സ് ഒക്കെ പണിയും. അതിന് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസ് ഒക്കെ വെച്ചുകൊടുക്കും. അപ്പൊ നഗരത്തിന്റെ വെസ്റ്റേൺ റീജിയനിൽ, വെസ്റ്റേൺ പാർട്ടിലാണ് ഈ സിറ്റാഡലൊക്കെ കണ്ടുവരുന്നത്. ദെൻ ലയൺ വാസ് നോട്ട് നോൺ ടു ഇൻഡസ് പീപ്പിൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലഘട്ടത്തിൽ ആ ആളുകൾക്ക് അറിയാതിരുന്ന മൃഗം ഏതാണ്? അത് ലയൺ ആണ്. ദെൻ അയൺ വാസ് ഓൾസോ നോട്ട് നോൺ ടു ഇൻഡസ് പീപ്പിൾ. അപ്പൊ ഇൻഡസ് പീപ്പിളിന് എന്തറിയില്ല? ലയണും അറിയില്ല, അയണും അറിയില്ല. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത് അവിടുത്തെ ആളുകൾ പൂജിച്ചിരുന്ന മെയിൽ ഡയറ്റി എന്ന് പറയുന്നത് പശുപതി മഹാദേവയാണ്. ഓക്കെ, പശുപതി മഹാദേവ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ശിവന്റെ പഴയ ഒരു ഫോം ആണ് പശുപതി മഹാദേവ. ദെൻ മദർ ഗോഡസ് ആയിരുന്നു ഫീമെയിൽ ഡയറ്റി. മാതൃദേവി അല്ലെങ്കിൽ മാതൃദേവത എന്നൊക്കെ നമ്മൾ പറയും. മാതൃദേവതയാണ് ആര്? ഫീമെയിൽ ഗോഡസ്. പിന്നെ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇതുവരെ ഡെസിഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പ്രാചീന കാലത്തുള്ള സ്ക്രിപ്റ്റ് ആണ്, ഇത്രയും പ്രാചീന കാലത്തുള്ള സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതുവരെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അവർ എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ദെൻ സീൽസ് ആർ മെയ്ഡ് ഓഫ് സ്റ്റിയറ്റൈറ്റ്. ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ സീലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത് ആളുകളുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇൻഡസ് വാലി സൈറ്റ്സ് ഓരോന്നും കൃത്യമായിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തേതാണ് ഹാരപ്പ. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, രവി നദിയുടെ തീരത്താണ് ഹാരപ്പ ഉള്ളത്. 1921 ദയാറാം സാഹിനി അവിടെ എക്സ്കവേഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രസന്റ് ഡേ പാകിസ്ഥാനിലെ സാഹിവാൾ ഡിസ്ട്രിക്റ്റിലാണ് ഹാരപ്പ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കാം, അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ആണ് 1853 ആദ്യമായിട്ട് ഒരു ഹാരപ്പൻ സീൽ ഡിസ്കവർ ചെയ്യുന്നത്. പിന്നെ ഹാരപ്പയിൽ നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 6 ഗ്രെയിനറി ഇൻ എ റോ, 6 പത്തായപ്പുരകൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെർജിൻ ഗോഡസ്, അതുപോലെ മദർ ഗോഡസിന്റെ ക്ലേ ഫിഗർ, ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഹാരപ്പയിൽ നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് മോഹൻജദാരോ. മോഹൻജദാരോ ഇസ് ദ ലാർജസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ. അതുപോലെ തന്നെ നക്ലിസ്ഥാൻ എന്നും ഒയാസിസ് ഓഫ് സിന്ധ് എന്നും ഒക്കെ വിളിക്കുന്നത് മോഹൻജദാരോനെയാണ്. ഇപ്പോ അതുള്ളത് പാകിസ്ഥാനിലെ ലർക്കാന ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ മോഹൻജദാരോ എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് ഗ്രേറ്റ് ഗ്രാനറി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രേറ്റ് ഗ്രാനറി, ഗ്രേറ്റ് വാത്ത്, ഗ്രേറ്റ് ഗ്രാനറി, ഗ്രേറ്റ് വാത്ത് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പശുപതി മഹാദേവ, അദ്ദേഹത്തിന്റെ പശുപതി മഹാദേവയുടെ ഒരു സ്റ്റാച്യു, പിന്നെ ഡാൻസിങ് ഗേൾ, അതുപോലെ പ്രീസ്റ്റ് കിങ്. ഈ ചിത്രത്തിലുള്ളത് പ്രീസ്റ്റ് കിങ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രേറ്റ് ഗ്രാനറി, ഗ്രേറ്റ് ബാത്ത്, പശുപതി മഹാദേവ, ഡാൻസിങ് ഗേൾ ആൻഡ് പ്രീസ്റ്റ് കിങ്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? മോഹൻജദാരോ എന്നാണ്. സോ നെക്സ്റ്റ് ആണ് ചാഹുൻഡാരോ. അപ്പൊ ചാഹുൻഡാരോ നമ്മൾ എവിടെയാണെന്നാ പറഞ്ഞത്? ഇൻഡസ് നദിയുടെ തീരത്താണെന്ന് പറഞ്ഞു. അത് MG മജുംദാർ ആണ് അതിന്റെ എക്സ്കവേഷൻസ് കൂടുതൽ കണ്ടക്ട് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ തന്നെയാണ് ഇതുള്ളത്, നവാബ് ഷാ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിറ്റാഡൽ ഈസ് ആബ്സെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹാരപ്പൻ സിവിലൈസേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് സിറ്റാഡൽ എന്ന് പറയുന്നത്. അപ്പൊ സിറ്റാഡൽ ആബ്സെന്റ് ആയിട്ടുള്ളത് എവിടെയാണ്? അത് ചാഹുൻദാരോയിലാണ്. ചാഹുൻദാരോയില് സിറ്റാഡൽ ആബ്സെന്റ് ആണ്. പിന്നെ ബാംഗിൾസ്, ബീഡ്സ്, ഇങ്ക് പോട്ട്. ബാംഗിൾസ്, ബീഡ്സ്, ഇങ്ക് പോട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്, എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് അത് ചാഹുൻദാരോ എന്നാണ്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റി അല്ലെങ്കിൽ സൈറ്റ് ആണ് ലോഥൽ. അപ്പൊ ലോഥൽ എവിടെയാണ് ഉള്ളത്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ലോഥൽ ഉള്ളത്. നമ്മൾ ഓൾറെഡി കണ്ടു, ഭോഗാവ നദിയുടെ തീരത്താണ് ലോഥൽ പട്ടണം
അല്ലെങ്കിൽ ലോത്തൽ സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മാൻമെയ്ഡ് പോർട്ട് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അപ്പം ഏൻഷ്യന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് മാൻമെയ്ഡ് പോർട്ട് ലോഥലാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ലോഥൽ പോർട്ട് സിറ്റി ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഫസ്റ്റ് മാൻമെയ്ഡ് പോർട്ട് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ കൂടിയാണ്. ഡോക്യാർഡ് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്യാർഡ് എവിടെയാണ് കണ്ടുപിടിച്ചതെന്ന് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡോക്യാർഡ് ഉള്ളത് ലോഥലിലാണ്. പിന്നെ ചെസ് ബോർഡ്, ഫയർ അൽത്താർ, പിന്നെ ഡബിൾ ബുറിയൽ, ഇത്രയും കാര്യങ്ങളാണ് ലോഥലിനെ പറ്റി പറയാനുള്ളത്. കാലിബംഗൻ കാലിബംഗൻ എന്ന് പറഞ്ഞാല് കാലി എന്ന് പറഞ്ഞാൽ എന്താ ബ്ലാക്ക്, ബംഗൻ എന്ന് പറഞ്ഞാൽ ബാംഗിൾസ്, കറുത്ത വള എന്നാണ് കാലിബംഗന്റെ അർത്ഥം. കാലിബംഗൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് ആണ്. അത് രാജസ്ഥാനിലാണ് ഉള്ളത്. അവിടുന്ന് ക്യാമൽ സ്കെലിട്ടൺ അതുപോലെ ഫ്ലോ, കലപ്പയും ക്യാമൽ സ്കെലിട്ടണും കണ്ടുപിടിച്ചിട്ടുള്ളത് കാലിബംഗൻ എന്നാണ്. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് സുർക്കാട്ടഡ, സുർക്കാട്ടഡയിൽ ബോൺസ് ഓഫ് ഹോസിന്റെ ബോൺസും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ്സ് നമുക്ക് വിശദമായിട്ട് നോക്കാനുള്ളത്. അടുത്തത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്യാനുള്ള, അത് നശിച്ചു പോവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ പല ആളുകളും പല അസംഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, നശിച്ചു പോയാൽ പിന്നെ നമുക്ക് അതിനെ പറ്റി അത് എങ്ങനെ നശിച്ചു അങ്ങനെയുള്ള അധികം തെളിവുകളൊന്നും കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. പക്ഷെ ആർക്കിയോളജിസ്റ്റ് സയന്റിഫിക് ഡിസ്കവറീസിന്റെ ഒക്കെ ബേസിൽ അവരുടെ അസംഷൻസ് ആണുള്ളത്. അപ്പൊ ഒരു കാര്യം അവർ ആലോചിച്ചത് ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കാം. അപ്പൊ നദിയുടെ തീരത്താണ് ഈ സിവിലൈസേഷൻസ് ഒക്കെ ഉള്ളത്. അപ്പം നദി ഒരു പ്രളയം വന്നാലോ കവിഞ്ഞ് ഒഴുകിയാലോ അങ്ങനെയൊക്കെ എന്ത് സംഭവിക്കാം, ഒരു ഡിക്ലൈന് നടക്കാം. പട്ടണങ്ങളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ മൈഗ്രേഷൻ, ഗാംഗറ്റിക് പ്ലെയിൻസിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോയി കാണും എന്ന് അവര് ചിന്തിച്ചു. പിന്നെന്താണ് ഡിക്ലൈൻ ഇൻ ട്രേഡ് ഡിക്ലൈൻ ചെയ്തപ്പോൾ അവർക്ക് ജീവിതമാർഗം വേറെ ഇല്ലാത്തത് കാരണം കൃഷിയും കൂടി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ വേറെ സ്ഥലം നോക്കി പോയതാവാം. ആര്യൻ ഇൻവാൻഷൻ, ഇപ്പം ആര്യൻ ഇൻവാൻഷൻ ഇനി വേദിക് ഏജിൽ വരുമ്പോഴത്തേക്കും അവിടെ ആര്യൻസ് ആണുള്ളത്. അപ്പൊ ആര്യന്മാര് ഇന്ത്യയിലേക്ക് വന്നത് കാരണമാകാം ഈ ഒരു സിവിലൈസേഷൻ നശിച്ചു പോയത് എന്നും അസംഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ആയിരിക്കും ഇത് നശിച്ചു പോയതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറെ അസംഷൻസ് ആണുള്ളത്, ഇങ്ങനെ ആയിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.